സിമ്പിളായിട്ടൊരു കുക്കർ മന്തീൻ്റെ റെസിപ്പി നോക്കാം. നല്ല അടിപൊളി ടേസ്റ്റിയാണ്. ചിക്കനൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ വെന്ത് കിട്ടും. അപ്പോൾ ആദ്യം തന്നെ ഒരു കപ്പ് സെല്ല ബ്രൗൺ ബസ്മതി റൈസ് വെള്ളത്തിൽ സോക്ക് ചെയ്യാനായിട്ട് ഇട്ട് വയ്ക്കുക. മന്തി ഉണ്ടാക്കാനായിട്ടും പറ്റിയൊരു അരിയാണ് സെല്ല ബ്രൗൺ ബസ്മതി റൈസ്. അതിനുശേഷം ചിക്കൻ ഇഷ്ടമുള്ള പീസസ് എടുക്കുക. അത് കഴുകി വൃത്തിയാക്കി കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അര സവോളയും അര ക്യാപ്സിക്കം പൊടിയായി എണ്ണ ചേർത്ത് കൊടുക്കുക. അതിനുശേഷം മല്ലിയിലയും പുതിനയും പൊടിയായി എണ്ണതും പച്ചമുളകും കൂടി ചേർത്തിട്ട് അതിലേക്ക് ഒരു 3 ചിക്കൻ്റെ മാഗി ക്യൂബ് കൂടി പൊടിച്ച് ചേർത്ത് കൊടുത്തതിന് ശേഷം വീഡിയോയിൽ കാണിക്കുന്ന എല്ലാ ഇൻഗ്രീഡിയൻസും ചേർത്ത് കൊടുക്കുക. ഇതിൽ പൊടികളായിട്ട് 1/4 ടീസ്പൂൺ ഗരം മസാല, 1 ടേബിൾ സ്പൂൺ കശ്മീരി ചില്ലി പൗഡർ, 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഒരു ചെറുനാരങ്ങയുടെ പകുതി നീരും 1 കപ്പ് സൺഫ്ലവർ ഓയിലും കൂടി ചേർത്ത് കൊടുത്തിട്ട് എല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഉപ്പ് പോരാ എന്ന് തോന്നുകയാണെങ്കിൽ കുറച്ചും കൂടി ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്തതിന് ശേഷം അടച്ച് വെച്ച് അടുപ്പത്ത് വെച്ച് കൊടുക്കുക. ഒരു വിസിൽ വന്നതിന് ശേഷം അത് എയറൊക്കെ നല്ലതുപോലെ പോയിട്ട് വേണം തുറന്നെടുക്കാനായിട്ട്. ആ ഗ്യാപ്പിൽ അരിയൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഡ്രൈൻ ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ വെന്ത ചിക്കൻ പീസസൊക്കെ ഓരോന്നായിട്ട് മാറ്റി കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഈ സ്റ്റോക്കിലേക്ക് ബാക്കി വന്ന സ്റ്റോക്കിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന അരിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ആക്കി എടുക്കണം. ഒരു 2 മിനിറ്റ് ഒന്ന് ആ സ്റ്റോക്കിലൊന്ന് തിളച്ച് വരണം. അങ്ങനെയാണെങ്കിൽ മന്തി റൈസിലേക്ക് നല്ലതുപോലെ തന്നെ ഫ്ലേവറൊക്കെ ഇറങ്ങി കിട്ടും. നല്ല കഴിക്കാൻ നല്ല ടേസ്റ്റും ഉണ്ടാകും. അപ്പോൾ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ 1 കപ്പിന് 2.5 കപ്പ് അളവിനാണ് വെള്ളം എടുത്തിട്ടുള്ളത്. ഞാൻ കുറച്ച് നേരം തന്നെ അരി സോക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് 2.5 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. അത് ഒഴിച്ചു കൊടുത്തതിന് ശേഷം തിളച്ച വെള്ളമാണ്. അത് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. കുറച്ചും കൂടി ഉപ്പ് ആവശ്യമാണ്. അപ്പോൾ കുറച്ചും കൂടി ഉപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം എല്ലാം ഒന്ന് മിക്സ് ആക്കിയിട്ട് അതിലേക്ക് ഒരു ചെറുനാരങ്ങയുടെ ബാക്കിയുള്ള പകുതി നീരൊന്ന് ഇതുപോലെ കട്ട് ചെയ്തിട്ട് അതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതെല്ലാം കൂടി മിക്സ് ആക്കിയിട്ട് ഒരു 2 വിസിൽ വരാനായിട്ട് അടുപ്പത്ത് വെച്ച് കൊടുക്കുക. അപ്പോൾ അടുപ്പത്ത് 2 വിസിൽ വന്നതിന് ശേഷം നമ്മുടെ മന്തി റൈസ് റെഡിയാണ്. അതിനുശേഷം നമ്മൾ ചിക്കൻ പീസസ് മാറ്റി വെച്ചതിലേക്ക് കുറച്ചും കൂടി ഒന്ന് മസാല തേച്ച് പിടിപ്പിച്ചിട്ട് ഒന്ന് ശാലോ ഫ്രൈ ചെയ്തെടുക്കുക. അത് നമ്മുടെ ഇഷ്ടമാണ്. അങ്ങനെ കഴിക്കാൻ ഇഷ്ടമുള്ളവർ അതുപോലെ ചെയ്തെടുക്കുക. ഇല്ലെങ്കിൽ നമുക്ക് അതേപോലെ തന്നെ കഴിക്കാവുന്നതാണ്. അപ്പോൾ അതുപോലെ ഞാനൊന്ന് മസാല മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി ഒന്ന് ശാലോ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോഴത്തെ നമ്മുടെ മന്തി റൈസൊക്കെ റെഡിയായി വന്നു. ഇനി ഒന്ന് ദം ചെയ്തെടുക്കണം. അപ്പോൾ ആദ്യം ഈ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ പീസസൊക്കെ ഓരോന്നായിട്ട് തന്നെ മന്തി റൈസിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കുക. എല്ലാം ഒന്ന് വെച്ച് കൊടുത്തതിന് ശേഷം ബാക്കിയുള്ള മസാലയും അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് 5 മിനിറ്റ് ഒന്ന് സിമ്മിൽ വെച്ചിട്ട് ദം ചെയ്തെടുക്കുക. വിസിൽ വെക്കരുത്. 5 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ചിട്ട് സിമ്മിൽ വെച്ചാൽ മാത്രം മതി. നമ്മുടെ അടിപൊളി മന്തി റൈസ് റെഡിയാണ്. നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം. അപ്പോൾ എന്തായാലും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക. നല്ല അടിപൊളി ടേസ്റ്റാണ്. ഇന്നത്തെ മിനി വ്ളോഗ് ഇത്രയേ ഉള്ളൂ. നാളെ മറ്റൊരു മിനി വ്ളോഗുമായി കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.